2024 കല്യാണം കഴിഞ്ഞ അവർ ഇവിടെ നിന്ന് CSC ചർച്ചിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഏർപ്പെടുക. ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോവുകയും 3 ദിവസം കഴിഞ്ഞ് വിരുന്നിൽ വരുന്ന സമയം വരെ വലിയ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് നേരിട്ടിട്ടില്ല. കാര്യം അപ്പോഴൊക്കെ അവൾ സന്തോഷത്തോടെയാണ് വന്ന് പോയിക്കൊണ്ടിരുന്നത്. 1-2 ആഴ്ച പിന്നാലെ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഷിജിൽ ഇവിടെ ഒരു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 10 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം, അവനൊക്കെ എന്തോ അത്യാവശ്യമുണ്ട് എന്നായിരുന്നു ആദ്യത്തെ ഫോൺ കോൾ. അമ്മയാണ് വിളിച്ചത്. ആ സമയം ഇപ്പോൾ സാധ്യമല്ല, നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഇല്ല, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ച സമയത്ത് എന്ത് ചെയ്താലും മറിച്ച് കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ അവളുടെ അവിടുത്തെ നിലനിൽപ്പ് വളരെ മോശമായിരിക്കും എന്ന രീതിയിൽ ഒരു ഭീഷണി സ്വരം ആദ്യം വന്നു. അതിനുശേഷം പള്ളി മുഖാന്തരം അന്വേഷിച്ച് അവരുടെ സഭയിലെ യഹോവ റാഫ സുനിൽ എന്ന പാസ്റ്ററാണ് ഈ ആലോചന കൊണ്ടുവരികയും ഇത്രയും നിർബന്ധം പിടിച്ച് 6 മാസത്തിനകം കല്യാണം കഴിക്കുകയും ചെയ്തു. കല്യാണം പുള്ളിയോട് വിളിച്ചിട്ട് ഇന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് സംസാരിക്കാമെന്ന് ആദ്യം ആവശ്യപ്പെട്ടു. അതിനുശേഷം ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്ന സമയം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയിരുന്ന സമയം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഈ കൊച്ചിനെയും കൊണ്ട് ഷിജിൽ വന്നിട്ട് അവന് ലോൺ എടുക്കണം, വീട്ടിൻ്റെ അടുത്തുള്ള വസ്തു വാങ്ങിക്കാനാണെന്ന് കള്ളം ആദ്യം പറഞ്ഞു. അപ്പോൾ കള്ളമാണെന്ന് അറിയുന്നില്ലല്ലോ. ആ സമയം നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ വസ്തു നിങ്ങൾ ലോൺ എടുക്കുന്നതിന് പ്രശ്നമില്ല, പണയം വെച്ച് കഴിഞ്ഞ് ഇതാരാണ് ലോൺ അടയ്ക്കണമല്ലോ, ലോൺ അടയ്ക്കണത് ഞാൻ അടച്ചോളും, വേറെ പ്രശ്നമൊന്നുമില്ല, അത് ഞങ്ങൾ പണ്ടേ നോക്കി വെച്ച വസ്തുവാണെന്ന് തുടക്കമേ കള്ളം പറഞ്ഞു. അവർ സാമ്പത്തിക ബാധ്യതയിലായിരുന്നു. സാമ്പത്തിക ബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടും വസ്തുവും പണയം വെച്ച് 16 ലക്ഷം രൂപ ലോണ് അടയ്ക്കാനുണ്ട്. ഈ 16 ലക്ഷം രൂപ ഞാനൊരു ദിവസം പള്ളിയിൽ പോയിട്ട് ഒരു ഞായറാഴ്ച വീട്ടിൽ വന്ന സമയത്ത് ഇവർ 4 മണിയായി സമയം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നേ പറ്റുള്ളൂ എന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, വീട്ടിൽ കയറാൻ പറ്റില്ല, അവരെ വീട്ടിലല്ല ചെല്ലേണ്ടത്, ഈ യഹോവ റാഫ സുനിലിൻ്റെ വീട്ടിലാണ് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞ് ഈ പാസ്റ്റർ ആ വീട്ടിൽ വിളിച്ചു വരുത്തി. അവിടെ ഷിജിലും ഈ സുനിൽ പാസ്റ്ററും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അമ്പു എവിടെ, അനിയത്തി, അതായത് കൃഷ്ണപ്രിയ എവിടെയെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, കൃഷ്ണപ്രിയ ഇല്ലാതെയാണ് സംസാരിക്കേണ്ടത്, 16 ലക്ഷം രൂപ നമുക്ക് ഇതുപോലെ കിട്ടിയേ പറ്റൂ, കാരണം അവർക്ക് ആ വസ്തു വീണ്ടെടുക്കണം. അതിന് ശേഷം അവരെ വസ്തുവിൻ്റെ പ്രമാണം എടുത്തതിന് ശേഷം തിരിച്ച് പണയം വയ്ക്കും. പണയം വെച്ചതിന് അതിനുശേഷം അവർ ഈ ലോണും ഇവിടുത്തെ 16 ലക്ഷം രൂപയുടെ ലോണും അവൻ്റെ വീട്ടിലെ 16 ലക്ഷം രൂപയുടെ ലോണും ഷിജിലടയ്ക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ അമ്പൂന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതറിയില്ല. അത് ഞാൻ പറഞ്ഞു, അമ്പു ഇല്ലാതെ സംസാരിക്കും, മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ വിളിച്ചു വരുത്തിയപ്പോഴത്തേക്കും അവൾ വന്നിട്ട് പറഞ്ഞു അവൻ്റെ ഷിജിലിൻ്റെ അമ്മ, ഷിജിലിൻ്റെ അനിയത്തി, ഷിജിലിൻ്റെ പപ്പ ഉൾപ്പെടെ മെന്റൽ ടോർച്ചർ, നിരന്തരമായ ടോർച്ചർ ചെയ്യാണ്. നിനക്ക് അവൾക്ക് വിദ്യാഭ്യാസത്തിന്റെ അഹങ്കാരമാണ്, സൗന്ദര്യമില്ല, അവരാഗ്രഹിക്കുന്ന രീതിയിലല്ല അവൾ പെരുമാറുന്നത്, എവിടെയെങ്കിലും കൊണ്ട് നിന്നെ ഇറങ്ങാൻ പറ്റുമെന്ന് തുടങ്ങി വളരെ മോശമായ രീതിയിൽ അവർ പ്രസ്താവനകൾ അവിടെ ഉന്നയിച്ചു. ആ സമയം ഇതിനെല്ലാം കൃഷ്ണപ്രിയ മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു തെറ്റുണ്ടോ എന്ന് അവൾ 1000 പ്രാവശ്യം ചോദിച്ച സമയത്തും ഷിജിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വസ്തു വീണ്ടെടുക്കുക, അവരുടേതായ കാര്യങ്ങൾ സേഫ് ആക്കുക, അല്ലാതെ നിങ്ങളെ ഉപദ്രവിക്കാനല്ല. ഇവൻ്റെ പാസ്റ്റർ പറഞ്ഞത്, നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഞങ്ങൾ ഈ കാര്യം ചെയ്യുന്നത്, നിങ്ങൾക്ക്, അതായത് കൃഷ്ണപ്രിയയ്ക്കും ഷിജിലിനും നല്ലതിന് വേണ്ടിയാണ്. അയാൾ ഇടനില നിൽക്കുമായിരുന്നു. ഈ വസ്തു പണയം വെച്ചതിന് ശേഷം ആ 16 ലക്ഷം രൂപ കൊണ്ട് ഷിജിലിൻ്റെ വീട്ടിൽ 16 ലക്ഷം രൂപ ലോൺ അടച്ചുകയും മറുപടി പണയം ഷിജിലിൻ്റെ വസ്തു വെച്ച് 16 ലക്ഷം രൂപ എടുത്തതിന് ശേഷം അതിന് ഷിജിലിൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും കൊടുത്തിട്ട് ഈ 2 വസ്തുവിൻ്റെ ലോൺ ഷിജിൽ അടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വ്യക്തി കൂലിപ്പണിക്കാരനാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് വരില്ല, ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഫാമിലിയുണ്ട്, ഈ കൊച്ചു പ്രഗ്നൻ്റ് ആണ്, ഈ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ കടന്നു പോകുമെന്ന് വെച്ചപ്പോൾ അതും ജയശ്രീ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഈ പാസ്റ്റർ അന്ന് ഒരുപാട് കിടന്ന് തർക്കിച്ചു. ഞാൻ 1000 പ്രാവശ്യം എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഹാർട്ടിന് ഇഷ്യൂ ഉണ്ട്, ഇപ്പോൾ ഇതുപോലൊരു ബുദ്ധിമുട്ട്. ഒരു പ്രാവശ്യം ഷിജിൽ ഇവിടെ വിളിച്ച സമയത്ത് അവളെ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് സംസാരിച്ചതോടെ അവർ തലകറങ്ങി വീഴുകയും ആശുപത്രി കൊണ്ടുപോയി തുടർന്ന് വേണ്ട ബഹളവും പ്രശ്നങ്ങളും ആയതാണ്. അപ്പോൾ ഒരുപാട് ആവർത്തി ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും ഇവർ ഉൾക്കൊള്ളാനായിട്ട് എല്ലാ വിധത്തിലും സ്ത്രീധനവും അവർക്ക് തുടക്കം മുതലേ സ്ത്രീധനവും, പിന്നെ അവർക്ക് സൗന്ദര്യം പോരാ, പിന്നെ അവർക്ക് പുറത്തു കൊണ്ട് ഇറങ്ങില്ല. അനിയത്തി എന്ന് വെച്ചാൽ ഷിജിലിനൊരു അനിയത്തിയുണ്ട്, മാനസിക പീഡനത്തിൻ്റെ അംഗറ്റം, കയ്യേറ്റം ചെയ്യാനും മുതിരാത്തൊരു സ്ത്രീയാണ്. ഇതിനെയൊക്കെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അതുപോലെ തന്നെ ഈ കൊച്ച് പ്രഗ്നൻസി സമയത്ത് ഇവർ കൊണ്ടുവന്ന് എന്നിട്ട് ഈ പ്രശ്നത്തെ തുടർന്ന് ഇവർ പറഞ്ഞു, അവിടെ നിർത്താൻ പറ്റൂല, ഒരാഴ്ച നീ വീട്ടിൽ നിന്നില്ലെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടാക്കിയിട്ട് മെയിൽ പോയിട്ട് അവർ നേരെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. 2ാമത്തെ അനിയത്തിയും അനിയനും അവൻ്റെ വീട് ആക്രമിച്ചു വന്നു. പൂവാർ സ്റ്റേഷനിൽ പിറ്റേന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഇവളെയും കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അവരുടെ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അവിടെ നിർത്താനായിട്ട്, ഈ പ്രഗ്നൻസി പീരീഡ് കഴിയുന്നത് വരെ ഈ കൊച്ചി ഇവിടെ വീട്ടിൽ നിൽക്കട്ടെന്ന് പറഞ്ഞു.
വീട്ടിൽ നിൽക്കട്ടെന്ന് പറഞ്ഞ് ശരി. അവർ പറഞ്ഞ് ഇനി ഇവക്കും മാനസികമായിട്ട് അത്രയും ബുദ്ധിമുട്ട് അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട്, ഒരാളുടെ കയ്യിൽ നിന്നല്ല, ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും അമ്മായിയുടെ കയ്യിൽ നിന്നും അമ്മാവൻ്റെ കയ്യിൽ നിന്നും സഹോദരിയുടെ കയ്യിൽ നിന്നും നല്ല രീതിയിൽ മെൻ്റൽ ടോർച്ചർ അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഈ കൊച്ചിനെ ഇനി അവിടെ നിർത്തേണ്ട, സ്ത്രീധന പീഡനമായിരുന്നു, അത് ഇനി ഇവിടെ നിർത്തണ്ട എന്ന് പറഞ്ഞ് പോലീസുകാർ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ആളിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തിയിരുന്നു. ഈ 9 മാസം അതിനെ നോക്കി ഇത്രയും ഓരോ പ്രാവശ്യം എൻ്റെ അമ്മയും ഞങ്ങളുമാണ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്യാം. ഒരു പ്രാവശ്യം അന്വേഷിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം ആ വ്യക്തി അന്വേഷിച്ചിട്ടില്ല. 9 മാസം ഇവിടെ നിന്ന് ആ കൊച്ചു പ്രസവിക്കാൻ നേരത്ത് അവിടെ വന്ന് ആശുപത്രിക്കകത്ത് അവിടെ കൂടെ കറങ്ങി നടന്നിട്ട് അങ്ങ് വീട്ടിൽ പോയി. കുഞ്ഞിനെ കാണാൻ മെനക്കെടുകയോ ഒരു കാര്യങ്ങളും അതും ചെയ്തിട്ടില്ല. അതിനുശേഷം പോലീസ് സ്റ്റേഷനെ അവർ എഴുതി വെച്ചിരുന്നത് കുഞ്ഞിന് 3 മാസം ആകുമ്പോഴത്തേക്കും അങ്ങ് കൊണ്ട് ചെന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. അവരുടെ പള്ളി പിന്നെയും ഇടപെട്ടു. ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞ് 3 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊരു കാര്യം ചെയ്യും, കൊച്ചിനെ അങ്ങ് കൊണ്ടുപോയാൽ മതി, അവരങ്ങ് സ്വീകരിച്ചോളും, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ കഴിഞ്ഞു പോയത്. അതായത് അവർ ചോദിച്ച സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അവർക്ക് സോൾവായി. അതായത് ഈ വസ്തു അവർ വിറ്റിട്ട് അവർ വേറെ പൂഴിക്കുന്നിൽ ഷിജിലിൻ്റെ അമ്മയുടെ പേര് ഈ വസ്തു വാങ്ങിയിട്ട് ഇവർ വാടക വീട്ടിലോട്ടാണ് താമസം മാറിയത്. അതിനുശേഷം ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ സ്ഥലമൊന്നും കൊണ്ടുപോയില്ല, ഇവിടുത്തെ സ്ഥലം കൊടുത്തിട്ടില്ല. അതിനുശേഷം ഇവരെ ഈ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഷിജിൽ വിറ്റെന്ന് പറയുന്ന വീട്ടിലോട്ട് എൻ്റെ അമ്മയും അനിയത്തിയും കൊണ്ട് പോയപ്പോഴത്തേക്കും രാത്രി 12:30 വരെ ഏതൊരു മനുഷ്യൻ നീതി എന്ന് പറയുന്ന ഒരു സാധനം വേണം. കാരണം ഒരു മനുഷ്യൻ കണ്ട് അറയ്ക്കുന്ന രീതിയിൽ അവർ പെരുമാറി. ഈ പാസ്റ്റ് ഉൾപ്പെടെ 12:30 മണി വരെ, രാത്രി 12:30 മണി വരെ ഈ 3 മാസം പ്രായമുള്ള കൊച്ചിനെ കൈ വെച്ചുകൊണ്ട് എൻ്റെ അനിയത്തിയും അമ്മയും ആ വീട്ടുപടിക്കൽ നിന്നപ്പോൾ അവർ ഗേറ്റ് അടച്ച് കളയും. ഗേറ്റ് അടച്ച് അവരകത്ത് പോയി. ഇനി സ്വീകരിക്കാൻ പറ്റില്ല എങ്കിൽ നാളെ നീ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ ഈ 3 മാസം പ്രായമുള്ള കൊച്ചിനെ പിന്നെയും പൂവാർ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ പറഞ്ഞു നിങ്ങൾ കൂടെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് സാഹചര്യ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, കൂടെ പോകാം, പക്ഷേ അവന് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് അവൻ തീർത്ത് പറഞ്ഞു. കൊച്ചിന് 1 വയസ്സ് വരെ ഇവിടെ നിൽക്കട്ടെ, അവന് സംരക്ഷിക്കാനുള്ള സാമ്പത്തികമില്ല, അവന് വീടില്ല, അവൻ്റെ എല്ലാ സാധനങ്ങളും വിറ്റു. എന്നിട്ട് പിന്നെ വന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോയി. എല്ലാ സാഹചര്യങ്ങളിലും ഈ രീതിയിൽ അവൻ ഈ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ട് കൊച്ചിന് 1 വയസ്സ് വരെ വീട്ടിൽ നിൽക്കട്ടെന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ ഇനി 1 വയസ്സ് വരെ ഈ അമ്മയുടെ വീട്ടിൽ നിൽക്കട്ടെന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടാണ് കൊച്ചിനെ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നത്. 1 വയസ്സും കുഞ്ഞിന് നവംബർ 8 ആകുമ്പോഴത്തേക്ക് 1 വയസ്സ്. ഇവിടെ നിന്ന് നവംബർ 29, കാരണം അവൾക്ക് പനിയായിരുന്നു, നവംബർ 29 പിന്നെയും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഡിസംബർ 1 വരാൻ വേണ്ടി. ഡിസംബർ 1 ചെന്നപ്പോഴത്തേക്കും ഷിജിലിൻ്റെ മാമനും കൂടെ വന്നിട്ട് പറഞ്ഞു നീ വരുന്നുവെങ്കിൽ ഇന്ന് വരണം, ഇന്ന് 4 മണിക്ക് മുമ്പേ വരണമെന്ന്. ഇത്രയും ദൂരം വണ്ടി വിളിച്ച് തിരിച്ച് വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് തിരിച്ച് 2ാമത് ഇവൻ്റെ കൂടെ പോയി. ഈ കൊച്ച് അതായത് 16-ാം തീയതി ആയപ്പോഴത്തേക്കും കൃഷ്ണപ്രിയ വീട്ടിൽ ചെന്നിട്ട് 47 ദിവസമേ ആയിട്ടുള്ളൂ.